ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കുന്ന കിളിമീൻ കറി കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടില്ല അതുപോലത്തെ കിളിമീൻ കറി കേട്ടോ. അപ്പോൾ കിളിമീൻ നമ്മൾ വൃത്തിക്ക് നേരാക്കി കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകാം കേട്ടോ. അതിലോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ തേങ്ങ, ചെറിയുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു മീൻ കറിക്ക് അതിൻ്റെ ഒരു കറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് കുടമ്പുളി ഇട്ടിട്ട് വെക്കുന്നത്. അപ്പോൾ കുടമ്പുളി നമ്മൾ ഒന്ന് തിളപ്പിച്ചിട്ട് അതിന് പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടി അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുടമ്പുളിയൊക്കെ തിളച്ച് ആ പുളിയൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായി വരണം. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ, ഒന്ന് വേവിക്കുക. കണ്ടോ, ഇപ്പോൾ തന്നെ കളറ് കണ്ടില്ലേ? നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ മീൻ കറി, ചോറ് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലത്തെ മീൻ കറിയിൽ നമുക്ക് കിട്ടുക. പിന്നെ വേറെ എന്ത് വേണമല്ലോ ഇതുപോലത്തെ മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മളിത് കടുക് താളിക്കട്ടെ. കടുക് കഴിക്കുമ്പോൾ നമുക്ക് കടുക്, ഉലുവ, ചെറുള്ളി, കറിവേപ്പിലയൊക്കെ ഇട്ട് കടുക് താളിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ മീൻ കറിയൊക്കെ വെച്ചിട്ട് ഞാനിന്ന് ജിമ്മിന് പോട്ടെ, ഒരാഴ്ച ജിമ്മിന് പോയിട്ട് പിരീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ജിമ്മിന് പോയിട്ട് കുറച്ച് വർക്കൗട്ടിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വർക്കൗട്ടിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മാറി. കാരണം ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക, ഓണം സെലിബ്രേഷൻ ആയല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജിമ്മിൽ എപ്പോഴും പ്രാക്ടീസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഡാൻസ് പ്രാക്ടീസും ഇത് ഞങ്ങൾ ട്രെയിനറാണ്. ക്യാമറ കണ്ടപ്പോൾ ആളൊന്ന് പോസ് ചെയ്താണ്, ആൾക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ യൂട്യൂബ് ഇടുന്ന കാര്യമൊന്നും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു സമയം പോലും ഞാൻ കഴിക്കില്ല. ഇത് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വന്നു. അപ്പോൾ ഞങ്ങളിതാ കോഫി കുടിക്കുകയാണ്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി. ഞാനിതാ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. വേറൊരു ഫ്രണ്ട്, എനിക്ക് ഫ്രണ്ട് സർക്കിൾ എനിക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇതെൻ്റെ 10-12 വർഷമായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, പ്രിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ വന്ന് വേറെ ഒന്നുമല്ല, സാധനങ്ങൾ കൈമാറുന്നത് പണ്ടത്തെ സമ്പ്രദായമല്ലേ, ബാർട്ടർ സമ്പ്രദായം, അതിന് വേണ്ടി വന്നത്. എൻ്റെ 2 ചുരിദാർ കൊടുത്തിട്ട് 2 സാരി, ഒരു കമ്മൽ, ഒരു മാലയൊക്കെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ട്. കാരണം ഓണം സെലിബ്രേഷൻ ആണല്ലോ, നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എടുത്തില്ല. കാരണം ഉണ്ടല്ലോ ഫ്രണ്ട്സൊക്കെ, പിന്നെ അതിനാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ 2 പേരുണ്ട് കേട്ടോ, പ്രിയ, ആശ. അപ്പോൾ ഇവിടുന്ന് ഞാൻ 2 സാരിയും മാലയും കൊണ്ടുപോയി. അപ്പോൾ ആശ പറഞ്ഞു പച്ച സാരിയാണെങ്കിൽ പച്ച കമ്മൽ ഞാൻ തരാം, ഞാൻ അത് ഇവിടുന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആശയുടെ കൂടെ ആശ വീട്ടിലേക്ക് വന്ന് പച്ചക്കമ്മലും വാങ്ങിയിട്ട്. അപ്പോൾ 26ാം സെലിബ്രേഷൻ നമുക്ക് അന്ന് കാണാട്ടെ ഗൈസ്.